ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗാണ് റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ഒരു രീതിയിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ എന്തായാലും ഇടയത്താഴം കഴിക്കാൻ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പി ഉണ്ടായിരുന്നു, ദോശ, ചമ്മന്തി, പിന്നെ ചായ, പഴം, അതൊക്കെയാണ് കഴിക്കാറ്. ചില ദിവസങ്ങളിൽ ഇതും ഭയങ്കര കുറവായിട്ടായിരിക്കും. രാവിലെ ഭയങ്കര പാടാണ് എണ്ണീറ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ വാപ്പിയും ഫുഡൊക്കെ കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദോശ വളരെ കുറച്ചാട്ടോ കഴിച്ചത്. പിന്നെ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കുടിച്ചിട്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കും. ബാങ്ക് വിളിക്കുന്ന നോക്കി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ കൊടുത്തു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാട്ടോ കിടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു 6 മണിയൊക്കെ ആവും കിടക്കാനായിട്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ടൗണിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ട് ടൗണിലോട്ട് പോയി. അതായത് എൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ആക്സസറീസ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ടൗണിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെയിൻ വന്നു എന്നൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാൻ പുനലൂരുള്ള ഇസാ ബൊട്ടീക്കിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈദ് കളക്ഷൻസൊക്കെ ഒന്ന് നോക്കണമല്ലോ, പെരുന്നാളൊക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ഷോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈദ് കളക്ഷൻസൊക്കെ നല്ല ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും ഇവർ നമുക്ക് ചെയ്തു തരും, ഓൺലൈനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുത്തേക്കാം. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇയറിങ്സ് ഒക്കെ ഒന്ന് വാങ്ങണമായിരുന്നു. അപ്പം ഈ ഒരു ഇയറിങ് എടുത്തു. പിന്നെ കുറച്ച് ഫേസ് റേസർ, ബ്ലഷ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ നോക്കുന്നതൊക്കെ കയ്യിൽ നിന്ന് ഇട്ട് നോക്കും, കണ്ടു നോക്കും. പിന്നെ ഈ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതായിട്ട് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ലെൻസ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഇത്രയേ ഉള്ളായിരുന്നു പരിപാടീസൊക്കെ. നല്ല ഉച്ച സമയത്ത്, അതായത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരിക്കും നല്ല വെയിലൊക്കെ ആയിട്ട് മൂടി പൊതിച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് പോയത്. പിന്നെ നേരെ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് വെച്ചു. പിന്നെ ഈ ഒരു ബ്ലഷ് ഞാൻ നോക്കിയില്ലായിരുന്നു കളർ ഏതാണെന്നൊന്നും. അപ്പോൾ പിന്നെ അതൊന്ന് നോക്കി. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടൊന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ആ വെയിലത്ത് പോയിട്ട് വന്നതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. പിന്നെ ഒന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. കുറച്ച് നേരം ഒന്ന് മയങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വൈകിട്ടത്തെ നോമ്പ് തുറ എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു പോക്കാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു, ചടപടയെന്ന് റെഡി ആയിട്ട് പോവാണ്. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ ഉമ്മച്ചിയുടെ കേക്ക് ഡെലിവറിയും ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ബെൽറ്റിൻ്റെ എന്തോ ചെയ്യാം കേട്ടോ. എൻ്റെ ആ ഒരു ഉറക്കം അങ്ങോട്ട് ഫിനിഷ് ആവാത്തത് കൊണ്ട് ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഒരു നീണ്ട ഉറക്കമായിരുന്നു. കൊല്ലം എത്തിയപ്പോഴാണ് ഉമ്മച്ചിക്ക് കേക്ക് ഷോപ്പിലൊന്ന് കയറണമായിരുന്നു. നല്ല ആളാ വ്ളോഗ് എടുക്കാൻ വേണ്ടി എണ്ണീറ്റത്. സോറി ഗായ്സ്. നിന്നുറങ്ങുവന്നോ? എനിക്ക് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ എത്ര വാങ്ങിച്ചാലും മതിയാവാത്തതുപോലെ ഉമ്മച്ചിക്ക് കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ അതിനൊരു അവസാനം കാണില്ല. വാപ്പി നമ്മളെന്തായാലും ടൈമൊക്കെ നോക്കി ആട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറക്കാൻ കുറച്ചുകൂടി ടൈമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി നോമ്പ് അവിടെ നമ്മൾ ബീച്ചിൽ ചെല്ലണം. അവിടുത്തെ സ്ഥലം സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കണം. എന്തായാലും എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കും അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. എന്തോ പോലീസിൻ്റെ എന്തോ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഒത്തിരി വെയിലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങിയ നമ്മൾ ചുമ്മാ ഒന്ന് നടന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് കറങ്ങി. അത് നിർബന്ധമാണ്. പിന്നെ വാപ്പിയുടെയും ഉമ്മച്ചിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. നമ്മൾ മാത്രം എടുത്താൽ പോരല്ലോ, അവരും എടുക്കണമല്ലോ. പിന്നെ വാപ്പി സ്നാക്സ് വാങ്ങിക്കാൻ പോകുന്ന സമയം നോക്കി ഞങ്ങളല്ല ഉമ്മച്ചി കപ്പലണ്ടി വാങ്ങാൻ പോവാണ്. ബീച്ച് കണ്ട അല്ലെങ്കിൽ എവിടെ കപ്പലണ്ടി വറക്കുന്ന മണം അടിച്ചാൽ അവിടെ കാണും എൻ്റെ ഉമ്മ. പറ്റത്തില്ല ഗൈസ്, കപ്പലണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ വാങ്ങിച്ചേക്കുന്നത്, കപ്പലണ്ടി. ഇതിലാരും ഇതിൽ കൈവശം കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. കഴിച്ച് തീർത്താൽ മതി. ഞങ്ങൾ ഈ മണൽ തിരകളിലൂടെ ആർക്കും വേണ്ടാത്ത പോലെ അലയുകയാണ്. മാപ്പി അവിടെ പോയി മാപ്പി സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു സ്ഥലം ഇനി പിടിക്കണം. അമ്മീ
ബീച്ചിൽ മുടി അഴിച്ചിട്ടുകൊണ്ട് വരരുത് ഗൈസ്. നമ്മളിപ്പോൾ ഫ്രൂട്ട്സും നമ്മൾ ഈ 6 മണിക്ക് ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ സമയത്തൊക്കെയാണ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കുന്നത്. ഇവിടെ സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ബാപ്പിയെ കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വന്ന്, നമ്മളങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയായിരിക്കും ഇല്ലയോ? പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ മോളെ നടത്തി ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടു. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഉമ്മച്ചി വാങ്ങിച്ച കപ്പലണ്ടി രണ്ടും ഈ കാക്കകൾ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധ മാറിയപ്പോഴത്തേക്കും കൊണ്ടുപോയി. എന്തായാലും അത് നന്നായെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കപ്പലണ്ടിയും കഴിച്ചുകൊണ്ടിരുന്നേനെ. എന്തായാലും ബാപ്പി വന്നു. പിന്നെ കുറേ നോമ്പുതറ സാധനങ്ങളൊക്കെ നിരത്തി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാട്ടോ നമ്മൾ ഇരുന്നത്. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു നോമ്പുതറ പ്ലാനിങ് കുളവായെന്ന് വിചാരിച്ചിരുന്ന ടൈമായിരുന്നു. കാരണം ബാപ്പിക്ക് ഇങ്ങനെ സ്നാക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ ടൈമിൽ നല്ല ബ്ലോക്കൊക്കെ ആയിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ജ്യൂസൊക്കെ വാങ്ങിച്ച ടൈമിൽ. എന്നിട്ടും കുഴപ്പമില്ല, നമ്മൾ ബാങ്കൊക്കെ കൊടുക്കുന്നതിന് 2-3 മിനിറ്റ് മുന്നേ വാപ്പി വന്ന് എന്തായാലും എല്ലാം വിരിച്ച് സെറ്റാക്കി ബാങ്കൊക്കെ കൊടുത്തു. എന്തായാലും കഴിച്ചു. ഗായ്സ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ നോമ്പ് തുറ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നോമ്പ്, അതായത് ബാങ്ക് വിളിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ വാപ്പി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മൊത്തം സെറ്റ് ചെയ്ത് എന്തായാലും അൽഹംദുലില്ലാ പൊളിയായിട്ട് നല്ല ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് എന്തായാലും എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും ബീച്ചിലിരുന്ന് നോമ്പ് തുറക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും മാറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നോമ്പ് തുറക്കാൻ നേരം ജ്യൂസും പിന്നെ സ്നാക്ക് ഐറ്റംസൊക്കെ കഴിച്ചെങ്കിലും വയറ് നല്ലപോലെ നിറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് നല്ലപോലെ ഇത്തിരി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കൊല്ലം റാഹത്ത് ഹോട്ടലിലോട്ടാട്ടോ പോയത്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു ഗൈസ്. അവിടെ ആണെങ്കിലും നോമ്പ് തുറയൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ ബീച്ചിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ ഒരു സൈഡിൽ വാപ്പി, ഒരു സൈഡിൽ ഉമ്മ മെനു കാർഡ് എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നു. പുതിയ ഡിഷുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ളതൊക്കെ നോക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് ജ്യൂസ്, ഷമാം ജ്യൂസ് ആയിരുന്നു. എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ ഇതിൻ്റെ അത്ര ഫാനല്ല, ഷമാമിൻ്റെ അത്ര ഫാനൊന്നും അല്ല കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തിയാണ്. എനിക്ക് ഫേവറേറ്റ് മന്തി, ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാപ്പിക്ക് ഇടിയപ്പവും മട്ടൻ കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിലുള്ളൊരു ചേർച്ചയില്ലായ്മ എന്ന് പറയുന്നത് ഇതായിരിക്കും. വാപ്പിക്ക് ഇടിയപ്പം ഇഷ്ടമാണ്, എനിക്ക് ഇടിയപ്പം ഇഷ്ടമല്ല. വാപ്പി പക്ഷേ എവിടെ ചെന്നാലും അത് ഓർഡർ ചെയ്യുകയും ചെയ്യും. എന്തായാലും ഞാൻ മന്തി അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയായിരുന്നു. എന്തായാലും അത് വയറ് നിറഞ്ഞിട്ട് അനങ്ങാൻ പറ്റാതായെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ പുതിയ എന്തെങ്കിലും ഐറ്റംസൊക്കെ അല്ലെങ്കിൽ പുതിയ ഡിഷസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ കറങ്ങി തിരിഞ്ഞ് മന്തിയിലോട്ടൊക്കെ ഇപ്പോൾ എത്തുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഡിഷസൊക്കെ കണ്ടു. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എന്തായാലും പോവാണ് വീട്ടിലേക്ക്. ഇതെന്ന് പറയുന്നത് എൻ്റെ പല്ല് കൂട്ടിയിടിക്കുന്ന കേട്ടോ. എനിക്ക് AC അധികം പറ്റത്തില്ല. അങ്ങനെ എന്തായാലും പുനലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയും ഒന്ന് കിടന്നാൽ മാത്രം മതി എന്നായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസും പഴവും കുടിച്ചിട്ടാണ് എന്തായാലും കിടക്കാൻ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതായിട്ട്. ഇനി വേറൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടാറ്റാ.